5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോവാൻ. എന്തിനാ ആന്റി എന്നിങ്ങനെ ആട്ടി ഇറക്കുന്നത്? അന്ന് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ആന്റി തന്നെയാ. പക്ഷെ അതിലൊരു ന്യായം ഉണ്ടായിരുന്നു. കാരണം പ്രണവിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കാനായിരുന്നു ഞാനന്ന് വന്നത്. പക്ഷെ ഇന്ന് ഞാൻ വന്നത് അതിനല്ല. 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സിന് സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്നെ തടയുന്നതിൽ എന്താ ആന്റി ന്യായം? ഒരു ഉറപ്പ് ഞാൻ തരാം, ഈ വീട്ടിൽ ആർക്കും ഞാനൊരു ശല്യം ഉണ്ടാക്കില്ല. അയ്യോടാ, കൂടുതലൊന്നും അഭിനയിക്കല്ലേ നീ. ഈ ലോകത്തിൽ ആര് വേണമെങ്കിലും നിനക്ക് പറ്റിക്കായിരിക്കും. എന്നെ പറ്റിക്കാന്ന് നീ കരുതണ്ട. അമ്മേ, ശിവാനി ഒഴിവാക്കാനാണെങ്കിൽ പോലും ഇതൊരു നല്ല അവസരമാണെന്ന് എനിക്ക് തോന്നുന്നത്. 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഈ ഏടാകൂടത്തിൽ നിന്നും പ്രണവിന് തലയൂരാലോ. ഓഹോ, നീ വീണ്ടും ഇവളുടെ പക്ഷം ചേർന്നോ? ഞാൻ ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല. പ്രണവിന്റെ നല്ലതിനു വേണ്ടിയാ ഞാനത് പറയുന്നത്. ഉള്ളത് പറയാലോ. ഇവളെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇപ്പൊ ഇവള് പറഞ്ഞത് ന്യായമാ. ജീവിതകാലം മുഴുവൻ പ്രണവിനെ കുടുംബകോടതി കയറി ഇറങ്ങാൻ വിടണോ അമ്മേ? ഇതാവുമ്പോ 6 മാസം കഴിഞ്ഞൊരു തീരുമാനത്തിലെത്തുമല്ലോ. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെന്നല്ല, ഈ വീട്ടിലെ ആരും ഇവിടെ അംഗീകരിക്കണ്ട. ഇത് എന്റെ ജീവിതത്തിന് വേണ്ടിട്ടാ, എനിക്ക് വേണ്ടിട്ടാ. ദയവ് ഇത് കുറച്ച് നാളത്തേക്ക് ഇവിടെ എല്ലാരും ഒന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ. വേറെ വഴിയില്ലാത്തോണ്ടാണ്. പ്ലീസ്, എന്റെ അനുവാദത്തോടെ ഇവളെ ഈ വീട്ടിൽ കയറ്റാന്ന് ആര് കരുതണ്ട. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താ തോച്ചാ അയക്കും. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ശിവാനി. നീ നന്നായി എന്ന് പ്രണവിന് തോന്നിയാൽ 6 മാസം കഴിഞ്ഞും പ്രണവിന്റെ ഭാര്യയായി നിനക്കവിടെ ജീവിക്കാൻ പറ്റും. ദേ നോക്ക്, ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല നിന്നെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ വാദിച്ചത്. എന്റെ പ്രണവിന്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ജീവിച്ചോളണം. വാ ഇങ്ങോട്ട്. അങ്ങനെ നമ്മുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. അതെ ആന്റി, നമ്മൾ ജയിച്ചു, ലക്ഷ്യം കണ്ടു. പ്രണവിന്റെ കൂടെ നീ ഈശ്വരമംഗലത്തിന്റെ മുറ്റത്തേക്ക് വന്നിറങ്ങിയപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ആ സന്തോഷം പുറത്തറിയിക്കാതിരിക്കാൻ ഞാൻ എന്തുമാത്രം കൺട്രോൾ ചെയ്തു എന്നറിയോ? ഈ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ആന്റിക്ക് അവകാശപ്പെട്ടതാ. ആന്റിയുടെ മാത്രം ബുദ്ധിയെ ഇപ്പൊ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാനുള്ള നിന്റെ എല്ലാ ഐഡിയകളും പാളിയപ്പോഴാ ഞാനൊരു ഡിവോഴ്സ് പ്രോസസ്സിനെ കുറിച്ച് ആലോചിച്ചത്. നീ ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത് ആരാണോ അയാള് തന്നെ നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ എതിർപ്പിന്റെ ശക്തി കുറയൂ. പ്രണവിന്റെ വക്കീലായിട്ട് അവിടെ നിന്ന് അഭിനയിച്ചതൊക്കെ എന്റെ സ്വന്തം വക്കീല. പാവം, ഒന്നും അറിയാതെ പ്രണവ് ഞാൻ വിരിച്ച വലയിൽ വന്നു വീണു. മാസം കഴിയുമ്പോ എന്നെ അങ്ങ് ഒഴിവാക്കി കളയാമെന്ന ദിവാസ്വപ്നത്തില് പ്രണവ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന
സത്യം പറഞ്ഞ എനിക്ക് ആ മനുഷ്യന്റെ കാര്യം ഓർക്കുമ്പോഴേ പാവം തോന്നുക. എന്തൊരു പൊട്ടന്. 6 മാസം കഴിയുമ്പോ ഈ വീട്ടിന് പുറത്തു പോവേണ്ടത് നീയല്ല, ആ നിധി ആയിരിക്കണം. പ്രണവിനെ കയ്യിലെടുത്ത് നീ നിന്റെ സ്ഥാനം ഇവിടെ ഉറപ്പിച്ചാ മാത്രം പോരാ. ഏട്ടത്തെയും ഗൗതമിനെയും നിധിക്കെതിരെ തിരിക്കണം. നിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രണവ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന പേരില് അങ്ങ് അഹങ്കരിച്ചു കളയാമെന്ന ഉദ്ദേശമെങ്കിൽ അറിയാലോ നിനക്കെന്നെ. അവനായിരിക്കില്ല, 6 ദിവസത്തിനുള്ളിൽ ഞാൻ തന്നെ ആയിരിക്കും നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നത്. ഞാൻ കൂടി ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കോംപ്രമൈസ് നിനക്കൊരു അവസരവും തന്നിരിക്കുന്നത്. അത് ദുരുപയോഗം ചെയ്ത് പ്രണവിന്റെ മനസമാധാനം കെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ദേ നിന്നെ ഇതിനകത്തിട്ട് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും കേട്ടോ. ആ പ്രണവ് വരൂ. പ്രണവ്, ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആന്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചതാ. ഞാൻ ഈ കുടുംബത്തില് ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാക്കില്ല. മനഃപൂർവ്വം ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ ഞാൻ വരില്ല. പ്രണവിന്റെ മുറിയില് ആ നിലത്തൊരു ബെഡ്ഷീറ്റ് വിരിച്ച് ഞാൻ കിടന്നോളാം. 6 മാസത്തിനുള്ളിൽ പ്രണവിന് ഞാൻ പഴയതുപോലെ അല്ല എന്ന് തിരിച്ചറിയാനായില്ല എങ്കിൽ ഒരു എതിർവാക്കും പറയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പൊയ്ക്കോളാം. അതെ, എനിക്ക് പാഴയ്ക്ക് കളയാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു എഗ്രിമെന്റിന് വേണ്ടി ഞാൻ തയ്യാറായത്. ഇനി ആ പേരിൽ വലിയ വിശദീകരണത്തിനൊന്നും ആവശ്യമൊന്നുമില്ല. പ്രണവ് വലിയ ദേഷ്യത്തില ആന്റി. ഞാൻ പോട്ടെ. നോക്കു പ്രണവ്, അവൾക്ക് നിന്റെ ബെഡ്റൂമിൽ കിടക്കാനുള്ള അവകാശം എഗ്രിമെന്റിൽ തന്നെ ഉണ്ട് എന്ന് കരുതി അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റാൻ അവളെ അനുവദിക്കരുത്. ആന്റിക്ക് അറിയാലോ, ഇതെന്റെ തലവിധിയായി പോയി. ഗതികേടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് സമ്മതിച്ചത് തന്നെ. 6 മാസം 6 മാസം അവളെ സഹിച്ചാൽ മതിയല്ലോ. പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. പ്രണവ്, ഞാൻ വെറുതെ ഒരു സംശയം ചോദിക്കട്ടെ. ഈ 6 മാസം കൊണ്ട് നിനക്ക് ബോധ്യമാകുന്ന രീതിയിൽ ജീവിക്കാൻ ശിവാനിക്ക് കഴിഞ്ഞാലോ? അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ശരിക്കും ശിവാനി നല്ലവളായിട്ട് മാറിയെന്ന് തോന്നിയ 6 മാസത്തിന് ശേഷം നീ എന്ത് തീരുമാനം എടുക്കും? നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കോ? അതിന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കേണ്ടി വരും.